അതിനൊക്കെ വളമിടുന്നത് നമ്മൾ തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് 2 ഉരുള എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ചെയ്തു തുടങ്ങുന്നത്. കുഞ്ഞുങ്ങൾ കാണുമ്പോഴും നോക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ പതിയുന്നതും സ്ക്രീൻ നോക്കിയിരിക്കുന്ന പാരൻസിനെ കാണാം. അപ്പോൾ അവർ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് റെക്കമെൻഡേഷൻസ് ഉണ്ട്. എത്ര നേരം വരെ അവരെ കാണിക്കാം, എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ട് WHO റെക്കമെൻഡേഷൻ ഉണ്ട്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്ക്രീൻ കാണാനേ പാടില്ല എന്നാണ്. സ്ക്രീൻ എന്ന് പറയുമ്പോൾ ടിവിയും മൊബൈലും ടാബും എല്ലാം പെടും. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഒരു 2 to 4 years വരെ 1 മണിക്കൂറിൽ കൂടുതൽ സെഡൻറ്ററി സ്ക്രീൻ ടൈം ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ടൈം റെസ്ട്രിക്ഷൻ വേണം. സൂപ്പർവൈസ്ഡ് ആയിരിക്കണം. അവർ എന്ത് കണ്ടന്റ് കാണുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഐഡിയ വേണം. അവരെ പ്രോപ്പറായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം ഇതില്ലാത്തൊരു കാലഘട്ടം ഒന്നും ഉണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ് വീമ്പ് പറയാനേ ഉള്ളൂ. അല്ലാതെ കുട്ടികൾക്ക് ഇതില്ലാതെ, നമുക്കും ഇതില്ലാതെ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാനുള്ളത്. സ്ക്രീൻ ടൈം റെസ്ട്രിക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, അവർക്ക് ആവശ്യത്തിന് സ്ലീപ്പ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടി നമ്മൾ ഈ സ്ക്രീൻ ടൈം റെസ്ട്രിക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻഷുർ ചെയ്യുകയും വേണം.